കഴിഞ്ഞ നവംബർ 23-നാണ് കേരളത്തെ കണ്ണീരണിയിച്ച അപകടം മലപ്പുറം എടപ്പാളിൽ BM പാലത്ത് വെച്ചുണ്ടായത്. സംസ്ഥാന ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തുവന്ന ജൂനിയർ താരങ്ങൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 4 പേർ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 3 പേരിൽ 2 പേരുടെ പരിക്കുകൾ ഭേദപ്പെട്ടു വരുന്നു. അതീവ ഗുരുതരമായി പരിക്കേറ്റ വൈപ്പിൻ സ്വദേശി 14 വയസ്സുകാരൻ മുഹമ്മദ് സമീർ ഇന്നും ആശുപത്രി കിടക്കയിലാണ്. കഴിഞ്ഞ സർക്കാർ നൽകാമെന്ന് പ്രഖ്യാപിച്ച ധനസഹായവും കാത്ത് കഴിഞ്ഞ 5.5 മാസക്കാലമായി വൈക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ സുബൈർ സഫീറ ദമ്പതികൾ കാത്തിരിപ്പിലും. ഭീമമായ ചികിത്സാ ചെലവ് താങ്ങാനാകില്ലെന്ന് ചുമട്ടുതൊഴിലാളിയായ അച്ഛൻ സുബൈർ കണ്ണു നിറഞ്ഞു പറയുന്നു. ഇനിയും തുടർ ചികിത്സയ്ക്ക് 15 ലക്ഷം റുപ്യ ആവുമെന്നാണ് ഡോക്ടറുടെ ഇത്. എന്നെക്കൊണ്ട് ഒരു നിവർത്തില്ല, ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ്. ഒരു വീട് പണിയാൻ വേണ്ടി വെച്ചുള്ള കാശ് പോലും ഇതിനു വേണ്ടി ചിലവാക്കിയിരിക്കണം. ഇനിയിപ്പോൾ എൻ്റെ ഒരു നിവർത്തിയും ഇല്ല. ഇനി ഇതിന് തുടർ ചികിത്സക്ക് സർക്കാരിൻ്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. തലയിൽ രക്തം കട്ടപിടിച്ചതിനാൽ സമീറിന്റെ ഓർമ്മയും മാഞ്ഞു തുടങ്ങി. ഹാൻഡ്ബോൾ എറണാകുളം ജില്ലാ ടീം അംഗമായിരുന്നു മുഹമ്മദ് സമീർ. ഹാൻഡ്ബോളിന് പുറമെ അത്ലറ്റിക്സിലും ഗുസ്തിയിലും മികച്ച താരമായിരുന്നു സമീർ. കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമായാൽ പൂർണ്ണ ആരോഗ്യവാനായി തങ്ങളുടെ കുട്ടിയെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാമെന്ന പ്രതീക്ഷയുടെ വെളിച്ചം ഈ ദമ്പതികളുടെ നിറകണ്ണുകളിലുണ്ട്. ക്യാമറ പേഴ്സൺ ഷാഫിക്കൊപ്പം ആൽവിൻ തോമസ്, മീഡിയ 1, കോട്ടയം.